ജീവിതം ജീവിക്കാൻ യോഗ്യമല്ല. നമ്മളെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുക. ഈ ഗവൺമെന്റ് കോളേജില് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ മലപ്പുറം ഗവൺമെന്റ് കോളേജ് എന്ന് പറഞ്ഞാല് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജാണ്. ഏറ്റവും നല്ല അധ്യാപകരുള്ള ഡിപ്പാർട്ട്മെന്റില് ഡിഗ്രിയും പിജിയും എംഎസ്സിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരൊക്കെ എന്നെ പറഞ്ഞയച്ചിട്ട് ഞാൻ ആ ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കുന്നുണ്ടോ? ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചു വളർന്ന് പിജി ഒക്കെ ചെയ്യുന്ന സമയത്ത് ജെആർഎഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠനം നടത്തി ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാക്കി ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈ സമയം 10 മാസം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടം നമ്മൾ നടത്തി കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ് ഏറ്റവും വലിയ യാത്ര. ദി ലോങ്സ്റ്റ് ജേർണി ഇൻ ദി ലൈഫ് ഈസ് ദ ജേർണി ടു അവേഴ്സെൽഫ്. നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ് ഏറ്റവും വലിയ സാൻ ഫ്രാൻസിസ്കോയിലേക്കും അതുപോലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്രയുള്ള യാത്ര. അഥവാ നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയാണ്. സോ ലോങ്സ്റ്റ് ജേർണി ഈ സെൽഫ് ജേർണി ടു. നമ്മള് മൊബൈലിന്റെ ഉപയോഗം നമ്മുടെ ഒരു ഗുഹാജീവിയാക്കി മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ദുരുപയോഗം നമ്മുടെ സൗഹൃദങ്ങളുടെ ഊഷ്മളതക്ക് കോട്ടം തട്ടിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിനമായിട്ടുള്ള പഠന പ്രക്രിയയെ അത് മോശമായിട്ട് കണ്ടിട്ടുള്ള ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ആ തിരിഞ്ഞു നോട്ടം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് എത്താൻ കഴിയുന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഹമ്മദ് അലി ഷിഹാബ് എന്നറിയപ്പെടുന്ന ഒരു IAS പാസ്സായിട്ടുള്ള വളരെ നല്ല വളരെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ചവിട്ടുപടി ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എത്ര പേര് നിങ്ങൾ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു, എത്ര പേര് ഈ സമയത്ത് ഈ 8 മാസത്തെ സമയത്ത് ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സും PGക്കാരൊക്കെ ഉണ്ട്, ഒരു പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് കഴിഞ്ഞ ആളുകൾ എത്ര പേരുണ്ട്? അത് നമ്മുടെ സബ്ജക്റ്റിൽ ബുക്ക് ആവാം, ഈ സബ്ജക്റ്റിന് പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു പുസ്തകം ഈ കൊറോണ കാലത്ത് ഈ കോവിഡ് കാലത്ത് വായിച്ചു. ആ പുസ്തകത്തിന്റെ പേരൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. എല്ലാ ആളുകളും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസമാണ്. ഒന്ന് ടൈപ്പ് ചെയ്യുക, കാരണം ഞാൻ മാത്രം സംസാരിച്ചു കഴിഞ്ഞാല് പോരാ, നിങ്ങളുടെ അടുത്തുനിന്നും കൂടി എനിക്ക് റെസ്പോൺസ് കിട്ടണം, അല്ലെങ്കിൽ വൺ വേ. അഥവാ ഈ കൊറോണ കാലത്ത് കോവിഡ് കാലത്ത് ഇത്രയും സമയത്ത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മുഴുകിയിട്ടുണ്ട്. ഞാൻ വായിച്ച ഒരു പുസ്തകം ഇതാണെന്ന് പറയാം. എഴുതി ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എത്ര പേരുണ്ട്? 44 പേരുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മാത്രമുള്ള ഒരു വൺ വേ ട്രാഫിക് ആയിട്ട് ഇത് മാറും. സോ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മോർ റെസ്പോൺസ് ഫ്രം ദി പാർട്ട് ഓഫ് യു. സോ നിങ്ങളെ ഈ സമയത്ത് നിങ്ങളെ പുസ്തകമാവാം, നിങ്ങൾക്ക് നിങ്ങളെ സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാവാം, ഇനി അതല്ല അത് നോവലോ അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാവാം. ഇപ്പൊ അതേപോലെ മീറ്റ് ദി ബ്രൈറ്റ് പ്രോഗ്രാം, അങ്ങനെയുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലോ സുഹൃത്ത് ഗണങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം, അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്ത ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളെ വളരെ ക്രീമി ലെയർ ആയിട്ടുള്ള മക്കളാണ് നിങ്ങളെല്ലാ ആളുകളും. ഫിസിക്സിന് മലപ്പുറം ഗവൺമെന്റ് കോളേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ട്. 98 95 എബോവ് മാർക്സ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ കിട്ടുക. അപ്പൊ ഇത്തരത്തിലുള്ള ക്രീമി ലെയർ ആയിട്ടുള്ള നിങ്ങള് എന്താണ് ഈ കൊറോണ കാലത്ത് നിങ്ങൾ ചെയ്തത്? നിങ്ങളെ റെസ്പോൺസ് ക്ഷണിക്കുകയാണ്. സോ 45 ഉണ്ട് ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്. സോ ഐ തിങ്ക് യു ആർ മോർ ദാൻ 40. സോ ഐ എക്സ്പെക്ട്. യെസ്, വെരി ഗുഡ്. പാർവതി, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. പാർവതി വായിച്ചത് ഒരു സംഗീതം പോലെ. ആനന്ദ്, വെരി ഗുഡ്. രണ്ടാം മൂഴം, ഓക്കെ, വെരി ഗുഡ്. CSIR നെറ്റിന്റെ വായിച്ചു, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് റെസ്പോൺസ് ഫ്രം ദി പാർട്ട് ഓഫ് യു. സോ നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ആളുകൾ ഈ പ്രതിസന്ധി സമയത്തെയും ജീവിതത്തിലെ സ്വപ്നത്തിലേക്ക് ചിറക് തുന്നിയിട്ട് അത് പാറുന്ന അതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ റെസ്പോൺസ് അയക്കുന്നുണ്ട്. സോ ഞാനിവിടെ ഒരു മുഹമ്മദ് അലി ഷിഹാബ് എന്നറിയപ്പെടുന്ന നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വെടവണ്ണപ്പാറക്കാരനായിട്ടുള്ള ആ കുട്ടിയുടെ ഒരു ചെറിയ ജീവിത കഥയാണ് നിങ്ങൾ മുമ്പിൽ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം ജീവിച്ചത് എടവണ്ണപ്പാറ, അദ്ദേഹത്തിന്റെ നാട് എടവണ്ണപ്പാറയാണ്. അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ
ഫാദർ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫാദറിന് ഒരു പെട്ടിക്കടയായിരുന്നു. അങ്ങനെ ആ പെട്ടിക്കടയിലുള്ള ഉപജീവനം നടത്തിയിട്ടാണ് അവരെ കുടുംബം പോറ്റിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ 11ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചു. അങ്ങനെ യതീംഖാനയിലേക്ക് പോവുകയാണ്. അങ്ങനെ യതീംഖാനയിൽ പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം 10ാം ക്ലാസ് വരെ പഠിക്കുക, അതിനുശേഷം എന്തെങ്കിലും ജോലിക്ക് പോവുക എന്നുള്ളതാണ്. വീട്ടിൽ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തുകൊണ്ട് അവിടെ യതീംഖാനയിലെത്തി അവിടെ പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 4 കൂടപ്പിറപ്പുകളും ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. അങ്ങനെ അവിടെ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്ത് ഒരു അന്തരീക്ഷത്തിന്റെ ഒരു നല്ല അന്തരീക്ഷം ആയതുകൊണ്ട്, പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ട് അവിടുന്ന് വീണ്ടും പഠിച്ച് +2 പാസ്സായി. +2 സയൻസ് ആയിരുന്നു. അതിനുശേഷം TTCക്ക് പോയി. TTCക്ക് പോകുന്ന ആളുകളുടെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് LP-യിലോ UP-യിലോ സ്കൂളിൽ അധ്യാപകരാമെന്നുള്ള ലക്ഷ്യം മാത്രമാണ്. അങ്ങനെ TTCക്ക് പോയ ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സിസ്റ്ററിന്റെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് സാമ്പത്തിക പരാധീനത മൂലം ജോലിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി, കൽപ്പണിക്കാരനായിട്ടും ഗോളിയോർ റയോൺസിലെ കരാർ ജീവനക്കാരനായിട്ടൊക്കെ വാർപ്പ് പണിക്കാരനായിട്ടൊക്കെ അദ്ദേഹം ജോലി ചെയ്തു. ആ സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കി ഈ ജോലി കൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം PSCക്ക് പഠിക്കാൻ വേണ്ടി PSCയുടെ പഠനത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം PSC പഠിക്കാൻ തുടങ്ങി. ഓരോ പഠനം ഇങ്ങനെ കഴിയും തോറും എല്ലാ എക്സാം എഴുതി ആ എക്സാമിലൊക്കെ ഒരുപാട് മത്സരത്തിൽ ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 21 PSC പരീക്ഷ അദ്ദേഹം എഴുതി. 21 PSC പരീക്ഷയിലും ആദ്യത്തെ 20 റാങ്കിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പേര് വന്നു. അങ്ങനെ ആദ്യം ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആയിട്ട് തുടങ്ങി. അതിനുശേഷം LD ക്ലർക്കായി, ലാബ് അസിസ്റ്റന്റ് ആയി, സയൻസ് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് ലാബ് അസിസ്റ്റന്റ് ആയി. അതിനുശേഷം അദ്ദേഹം LP സ്കൂൾ ടീച്ചറായി, UP ആയി. അങ്ങനെ അവസാനം ഹൈസ്കൂൾ ടീച്ചറായി നിൽക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഞാൻ വെറും ഒരു സ്കൂൾ അധ്യാപകനായിട്ട് നിൽക്കേണ്ടതല്ല, എനിക്ക് അതിനേക്കാളൊക്കെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, IAS ആഗ്രഹിച്ചു പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ശാരീരികമായിട്ടുള്ള കയ്യിന് സ്വാധീനക്കുറവ് മൂലം ആ സമയത്ത് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സ നിൽക്കുന്ന സമയത്താണ് ജീവിതത്തിൽ ലക്ഷ്യം പേറിയിട്ട്, ജീവിതത്തിൽ ഒരു മിഷനോട് കൂടിയിട്ട് ഡൽഹിയിലേക്ക് മുഖർജി നഗർ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് വണ്ടി കയറി അവിടെ പോയിട്ട് IAS പഠിച്ചു. അങ്ങനെ അവിടുന്ന് അവിടെ 1 വർഷം അവിടെ ചെലവഴിച്ച് അങ്ങനെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ നിന്ന് ഫറൂഖ് കോളേജിലുള്ള PM ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ പഠിച്ച് അങ്ങനെ സിവിൽ സർവീസ് പാസ്സായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ, ജീവിതത്തിൽ ഒരു സ്വപ്നവും ഇല്ലാതെ ഈ യതീംഖാനയുടെ 4 കെട്ടിനുള്ളിൽ ജീവിതം ഹോമിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു കുട്ടി, എനിക്ക് പഠിക്കാൻ കഴിവുണ്ട്, എനിക്ക് സാധിക്കും എന്നുള്ള മനസ്സോട് കൂടിയിട്ട് ആ പ്രതിസന്ധികളെയും പ്രശ്നത്തെയൊക്കെ ചവിട്ടുപിടാക്കി അദ്ദേഹം പഠിച്ചു. അങ്ങനെ അദ്ദേഹം സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്തു. ഇപ്പൊ നാഗാലാൻഡിലെ എനിക്കറിയാം ഊർജ വകുപ്പില് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം, ഞാനും അദ്ദേഹം ഒരുമിച്ച് സിവിൽ സർവീസിന് ഒരുമിച്ച് അടുത്തടുത്ത റൂമിൽ നിന്ന് പഠിച്ച ആളുകളാണ്. അദ്ദേഹം ഒരു സമയത്ത് സംസാരിച്ചു പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് അറിവുണ്ട് പക്ഷേ തിരിച്ചറിവില്ല. നമുക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് +2 A+ ഉണ്ട് അല്ലെ? എല്ലാ A+കാരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. എന്നാൽ എല്ലാ A+കാരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ അറിവിന്റെ പിന്നിലെ പരക്കം പാച്ചിലിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ തിരിച്ചറിവ് എവിടെയാണ്? അഥവാ ഈ മലപ്പുറം കോളേജിൽ ഡിഗ്രി BSc ഫിസിക്സിന് പഠിക്കുന്ന, MSc ഫിസിക്സിന് പഠിക്കുന്ന ഓരോ കുട്ടിക്കും കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ അവർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുള്ളതാണ്. ആ കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആ കഴിവിനനുസരിച്ച് എത്ര പേര് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്കൊരു കോളേജ് പ്രൊഫസർ ആവാൻ പറ്റും, എനിക്കൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവാൻ പറ്റും, എനിക്കൊരു സയന്റിസ്റ്റ് ആവാൻ പറ്റും, എനിക്ക് ഒരു മിസൈൽ ടെക്നോളജി പഠിച്ച് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് ISROയിലേക്ക് എത്താൻ കഴിയുന്നുള്ളത്, ആ അറിവുണ്ട്. പക്ഷെ അത് തിരിച്ചറിവിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അഥവാ പ്രതികൂലമായ സാഹചര്യങ്ങളെ നമ്മൾ ചവിട്ടുപടിയാക്കണം. ഈ കൊറോണ കാലത്ത് എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ഈ അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്കും തിരിഞ്ഞു നോക്കുക. സോ പേഴ്സ് ബോൺ ഔട്ട് ഓഫ് പെയിൻ, മുത്തുകൾ ഉണ്ടാവുന്നത് വേദനയിലാണ്. മുത്തുച്ചിപ്പി എന്നറിയപ്പെടുന്ന ആ ജീവിയുടെ ശരീരത്തിൽ മുറിവ് പറ്റുമ്പോൾ ആ മുറിവിന്റെ ഉള്ളിലേക്ക് ചളിയും മണലൊക്കെ കയറി രൂപാന്തരം പ്രാപിച്ച് ആ ജീവിയുടെ ശരീരത്തിൽ
അത് വേദന കൊണ്ട് പൊളയുമ്പോൾ ആ ശരീരം പുറത്തു വിടുന്നതാണ് മുത്തുകളായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ പേൾസ് ബോൺ ഔട്ട് ഓഫ് പെയിൻ, മുത്തുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, മുത്തുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വേദന നമ്മുടെ ജീവിതത്തിൽ സഹിക്കണം എന്നുള്ളതാണ്. സോ അന്തരീക്ഷം അനുകൂലമാക്കുക എന്നുള്ളതാണ് ഈ മീറ്റ് ദി ബ്രൈറ്റ് പ്രോഗ്രാം. അന്തരീക്ഷം അനുകൂലമാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇഫ് എൻവിയോൺമെന്റ് ഈസ് കൺഡ്യൂസീവ് എവറി ബഡ് വിൽ ബ്ലോസം. അന്തരീക്ഷം അനുകൂലമായാൽ ഏത് മുട്ടും വിരിയും. ചില മുട്ടുകൾ വിരിയാൻ കുറച്ച് സമയം എടുക്കും അല്ലെ, ചില മുട്ടുകൾ പെട്ടെന്ന് വിരിയും. പക്ഷെ ഈ അന്തരീക്ഷം അനുകൂലമായാൽ ഏത് മുട്ടും വിരിയും. ആ മുട്ട് വിരിയിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്. സോ നമ്മളെ അന്തരീക്ഷം നന്നാക്കണം, നമ്മളെ കൂട്ടുകാരുടെ അന്തരീക്ഷം നന്നാക്കണം, നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷം നന്നാക്കണം. നമ്മുടെ ചുറ്റുപാടുള്ള അന്തരീക്ഷം നന്നാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രംഗത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. നിങ്ങൾക്കറിയാം, ബീഹാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തിലുള്ള ആളുകളെ നമ്മൾ വളരെ സെക്കൻഡറി ആയിട്ട്, രണ്ടാം ഘടകമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബീഹാറികളും ബംഗാളികളൊക്കെ ജോലിക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ബീഹാറികളാണ് 2016 വരെയുള്ള സിവിൽ സർവീസ് ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ ബീഹാറിൽ ഏറ്റവും നിരക്ഷരരായിട്ടുള്ള ആളുകൾ, സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. എന്തുകൊണ്ടാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ IAS ഉണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബീഹാറിലെ ആളുകൾ, സിവിൽ സർവീസ് പാസ്സായ ആളുകൾ അവിടെ പോയിട്ട്, ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അവരെ ഡൽഹിയിലേക്ക്, മുഖർജി നഗറിലേക്ക് കൊണ്ടുവന്ന് അവിടെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കൊടുത്തു. അങ്ങനെ ഒരു സൈലന്റ് ആയിട്ടുള്ള റവല്യൂഷൻ അവരുടെ നാട്ടിൽ നടന്നതുകൊണ്ടാണ്, അന്തരീക്ഷം അനുകൂലമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് അവർക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല സിവിൽ സർവൻസ് ആയിട്ട് അവർ മാറാന് അവർക്ക് സാധിച്ചത്. സോ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, പക്ഷെ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ടീച്ചേഴ്സും നിങ്ങളുടെ സാറൊക്കെ പറയാറുണ്ട്, എല്ലാ ആളുകളും പറയും ഈ അവസരം ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷെ എത്ര പേര് അവസരം ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, വളരെ ഒരു ചെറിയ മൈക്രോസ്കോപ്പ് ഉള്ള ഒരു മൈനോറിറ്റി മാത്രമാണ് ഇത്തരത്തിലുള്ള അവസരത്തെ വളരെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ട് കാണുന്ന ആളുകൾ. എന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ കൂടുതൽ വേറെയുള്ള ആളുകൾ ചരിത്രം പറയില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒന്നും പഠിക്കാതെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. പഠിക്കാൻ കഴിവില്ലാത്തവനായിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അഥവാ എന്റെ വീട്ടുകാർ പറഞ്ഞു, വീട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്നുള്ളത്. അത് കേട്ടത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണ് നമ്മോട് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പഠനകാലത്തൊന്നും പഠിക്കാതെ 10ാം ക്ലാസ്സിൽ 8 നിലയിൽ പൊട്ടി. എനിക്ക് കിട്ടിയ 167 മാർക്കാണ്. 167 ഔട്ട് ഓഫ് 600. 600 കിട്ടിയത് 167 മാർക്കാണ്. ഇംഗ്ലീഷിന് 3 മാർക്കാണ് കിട്ടിയത്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒരു ബേസും ഇല്ലാതെ, ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ആകെ പാസ്സായത് അറബിക്കും ഹിസ്റ്ററിക്കാണ്. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, വിജയപ്രദമായി പരാജയപ്പെട്ടു, സക്സസ്ഫുള്ളി ഫെയിൽഡ് എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. അങ്ങനെ ഒരു ബേസും ഉണ്ടായില്ല. +2 10ാം ക്ലാസ് കഴിഞ്ഞ് നാട്ടിൽ ചെറിയ കൂലിപ്പണിക്ക് പോയി. അങ്ങനെ കല്ലേറ്റാനും മണ്ണിലേറ്റാനൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്ത് ബോധം വന്നത്. അന്ന് നമ്മുടെ വീട്ടുകാര് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിരുന്നു, അന്തരീക്ഷം ഒരുക്കി തന്നിരുന്നു. അതിന്റെ നന്മയും അതിന്റെ മൂല്യവും കാണാനുള്ള ഒരു മനസ്സൊന്നുണ്ടായില്ല. പക്ഷേ നമുക്ക് പണിക്ക് പോയപ്പോ, വേർക്കാൻ തുടങ്ങിയപ്പോ, നമ്മൾ ശരീരം കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരും നമുക്ക് സപ്പോർട്ട് ചെയ്ത ടീച്ചർമാരൊക്കെ എത്രത്തോളം നമ്മോട് ആഭിമുഖ്യമുള്ളവരായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ചറിവ് കിട്ടി. എനിക്കറിയാം, ഗൗതമ ബുദ്ധനും വർദ്ധമാന മഹാവീരനൊക്കെ ബോധോദയം ഉണ്ടായത് 42ാമത്തെ വയസ്സിലാണ്. PS ന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സിവിൽ സർവീസിന്റെ കാര്യത്തിലും 42ാമത്തെ വയസ്സിൽ ബോധോദയം ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ എനിക്ക് 17ാമത്തെ വയസ്സിൽ എൻലൈറ്റ്മെന്റ് കിട്ടി. 17ാമത്തെ വയസ്സിൽ ബോധം കിട്ടി. ഇനിയും പഠിക്കണം എന്നുള്ള, പഠിച്ചുയരണം എന്നുള്ള, പഠിച്ചു വളരണം എന്നുള്ള ഒരു ബോധം വന്നു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി. +2 വെറും 48% കിട്ടിയത്. 48. എനിക്ക് മലപ്പുറം കോളേജിലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ 48% മാർക്ക് കൊണ്ട് എങ്ങനെ മലപ്പുറം കോളേജിൽ പഠിക്കാൻ? ഞാൻ മങ്കട സ്വദേശിയാണ്. എന്റെ വീട്ടിൽ നിന്ന് ആകെ 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മലപ്പുറം കോളേജിലേക്ക്. പക്ഷെ ഈ 48 പോയിട്ട്, ഈ 48 പിടിച്ച് 84 ആക്കിയാല് കിട്ടും? എനിക്ക് ഒരിക്കലും കിട്ടൂല. പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു. ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ടായി. അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും കൂട്ടി വായിക്കാൻ അറിയാത്ത,
ഇംഗ്ലീഷൊന്നും ഒരിക്കലും വായിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ സമയത്ത് പത്രം വായിച്ച് ടീച്ചേഴ്സിന്റെ കൂടെ സഹായത്തോടുകൂടി വായിച്ച് വായിച്ച് തെളിഞ്ഞു. വായിച്ച് തെളിയാന്ന് പറയും ല്ലേ? ആദ്യമൊന്നും തെളിയുന്നില്ല, പിന്നെ വായിച്ച് തെളിഞ്ഞു, പഠിച്ചു, ഡിഗ്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കോട് കൂടിയിട്ട് പാസ്സായി. ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി. ഒരുപാട് റാങ്ക് കിട്ടിയ ആളുകളുണ്ട് ല്ലേ? ഒരുപാട് A+കാരുണ്ട്. പക്ഷെ A+കാരും റാങ്ക് കിട്ടിയ ആളുകളൊന്നും അവരെ ലൈഫില് അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ ഞാൻ പറയുന്നത് റാങ്കോ അല്ലെങ്കിൽ മാർക്കോ അല്ല, ഒരു വ്യക്തിയുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ താല്പര്യം, അതുപോലെ തന്നെ ആ ടാർഗറ്റും ആണ് ആ ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കുക. സോ അതിനുശേഷം PG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിച്ചു. അതിനുശേഷം PG ക്യാമ്പസിൽ പഠിച്ചതിന് ശേഷം B.Ed പാസ്സായി, നെറ്റ് പാസ്സായി, സെറ്റ് പാസ്സായി. അങ്ങനെ സിവിൽ സർവീസിന്റെ എക്സാം എഴുതുന്ന സമയത്താണ് PSMO കോളേജ് തിരുവങ്ങാടി എന്നറിയപ്പെടുന്ന ആ കോളേജിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ അധ്യാപകനായുള്ള അവസരം കിട്ടി. എനിക്കറിയാം, ഇന്നൊരു എയ്ഡഡ് കോളേജിലൊക്കെ അധ്യാപകനാണെങ്കിൽ 30 ലക്ഷം 40 ലക്ഷം ഒക്കെ കൊടുക്കേണ്ട ആ സമയത്ത് ഒരു പൈസയും കൊടുക്കാതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മാത്രം അവിടെ ജോലി കിട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും നിർത്തിയില്ല. എനിക്കൊരു ഗവൺമെന്റ് സർവീസ് വേണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിയായ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പഠിച്ച് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു. എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 10 റാങ്കിൽ എന്റെ പേര് വരും എന്നുള്ളത്. അത് വെറും ഒരു അഹങ്കാരത്തോടു കൂടിയിട്ട് പറഞ്ഞല്ല, അത് നേടാനുള്ള, പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പരിശ്രമിച്ചു. അങ്ങനെ 9ാം റാങ്കുകാരനായിട്ട് ഗവൺമെന്റ് കോളേജിൽ 2012ലാണ് PSMO കോളേജിൽ ജോയിൻ ചെയ്ത്. 2016 ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിട്ട് അവസരം കിട്ടി. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത്, ഷെയർ ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരിക്കലും ജീവിതത്തിൽ ഒരു ഗവൺമെന്റ് കോളേജിന്റെ പടി പോലും കയറാന്നുള്ള ഒരു വിശ്വാസമില്ലാത്ത, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരിക്കലും ഒരു കോളേജിലോ ഒരു ടീച്ചറാവ് പോലും എന്ന് ഒരു പ്രതീക്ഷയും പോലും ഇല്ല. അങ്ങനെയുള്ള ഒരാള് എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോസ്റ്റ് പീപ്പിൾ ഫെയിൽ നോട്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഇന്റലിജൻസ്. ബുദ്ധിയുടെ കുറവ് കൊണ്ടല്ല നമ്മുടെ അധിക ആളുകളും പരാജയപ്പെടുന്നത്, ബട്ട് ലാക്ക് ഓഫ് ഡെഡിക്കേഷൻ, അർപ്പണ മനോഭാവത്തിന്റെ കുറവ്, ബട്ട് ലാക്ക് ഓഫ് ബേണിംഗ് ഡിസയർ. ഉള്ളിൽ തീപ്പൊരി വേണം. ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ ആ തീപ്പൊരി ഇങ്ങനെ ജ്വാലയാക്കി മാറ്റി അത് മൊത്തം നമ്മുടെ നാടിന് തന്നെ, നമുക്ക് തന്നെ ഒരു പ്രകാശമാക്കി മാറ്റാനുള്ള ഉള്ളിലൊരു പാഷൻ വേണം. ആ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. ബട്ട് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. നമ്മൾ ആളുകൾക്ക് എന്താണ്, ഒരു അരമണിക്കൂർ വായിക്കും, പിന്നെ നിർത്തും, പിന്നെ വാട്സപ്പിലേക്ക് പോകും. നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആരെയും മാറ്റാൻ കഴിയില്ല. നമുക്ക് ആരെയും അല്ലെ, എനിക്ക് എന്നെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമേ മാറ്റാൻ പറ്റൂ. മറ്റുള്ള ഒരാൾ, ടീച്ചേഴ്സ് നിങ്ങളോട് പറയണേ നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യില്ല. കാരണം എന്താണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. യു ഹാവ് ടു ബി സെൽഫ് ഡിസിപ്ലിൻഡ്, യു ഹാവ് ടു ബി ഡെഡിക്കേറ്റഡ്, ആൻഡ് യു ഹാവ് ടു ബി മോർ ടാർഗറ്റഡ്. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ടാർഗറ്റ് നീക്കുണ്ട്. സോ മോസ്റ്റ് പീപ്പിൾ ഫെയിൽ നോട്ട് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഇന്റലിജൻസ്, ബട്ട് ലാക്ക് ഓഫ് ഡെഡിക്കേഷൻ, ബട്ട് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ, ബട്ട് ലാക്ക് ഓഫ് ബേണിംഗ് ഡിസയേഴ്സ്. ബേണിംഗ് ഡിസയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ട് പറയാറുള്ളത്, അല്ലെ ബുദ്ധിയാണെന്നതിൽ നമ്മൾ പറയാറുള്ളത് ഐൻസ്റ്റീനെയും അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയൊക്കെയാണ്. ഇന്ന് അതല്ല, ഇന്ന് ലോകത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെക്കാളും ഐൻസ്റ്റീനെക്കാളൊക്കെ IQ ഉള്ള ഒരു കുട്ടിയുണ്ട്. ഒരു മലയാളി ആയിട്ടുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേര് എത്ര പേർക്ക് അറിയാം? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ IQ ഉള്ള, അഥവാ ഇന്റലിജൻസ് കോഷ്യൻ എന്നറിയപ്പെടുന്ന ബുദ്ധിയുള്ള ഒരു കുട്ടിയായിട്ടുള്ള, ഒരു മലയാളി ആയിട്ടുള്ള പെൺകുട്ടിയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെക്കാളും അതുപോലെ തന്നെ ഐൻസ്റ്റീനെക്കാളൊക്കെ എന്താണ് IQ അടയാളപ്പെടുത്തിയിട്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ IQ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പേരാണ്. ആ പെൺകുട്ടി മലയാളിയാണ്, ലണ്ടനിലാണ് താമസിക്കുന്നത്. ആരാണെന്ന് അറിയോ നിങ്ങളെ കൂട്ടത്തില്? നിങ്ങള് 40 പേരില് എത്ര പേർക്ക് അറിയാം ആ കുട്ടിയെ? ആർക്കെങ്കിലും അറിയെങ്കിൽ ടൈപ്പ് ചെയ്യാം. മലയാളി ആയിട്ടുള്ള പെൺകുട്ടിയാണ്. കുട്ടിന്റെ പേര് ലിഡിയ സെബാസ്റ്റ്യൻ എന്നാണ്. കുട്ടിന്റെ പേര് ലിഡിയ സെബാസ്റ്റ്യൻ. ലണ്ടനിലാണ് താമസിക്കുന്നത്. കുട്ടിയുടെ IQ 162 ഇത്ര IQ ഒന്നും വേണ്ട. ഒരു കോളേജ് പ്രൊഫസർ ആവാനും, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവാനും, ഒരു സയന്റിസ്റ്റ് ആവാനും 162 IQ ഒന്നും വേണ്ട. നമ്മളെ കയ്യിലുള്ളത് എത്രയാണോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ, ഇപ്പൊ ഐ കൺസിഡർ മൈസെൽഫ് ആസ് an average person.
but I have succeeded only because I have done extraordinary things. I am a ordinary person, but I have done extraordinary hard work, extraordinary smart work. നമ്മൾ ഓർഡിനറി ഒരു 100-120 ഇടയിലാണ് എൻ്റെ ഐക്യു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരിക്കലും അതിൽ കൂടുതലില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഐ ഓൺലി സക്സീഡഡ് ബിക്കോസ് ഐ വാസ് കീപ് ഡൂയിങ് ആൻഡ് ഐ വാസ് കീപ് ഡൂയിങ്, ചെയ്തുകൊണ്ടേയിരുന്നു പഠിക്കുക. അപ്പൊ നെറ്റ് പരീക്ഷ ആദ്യം പാസ്സായില്ല, രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പം പാസ്സായില്ല, മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയപ്പോ ക്വാളിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ പരാജയപ്പെടാതിരിക്കലല്ല ജീവിതത്തിൽ മഹത്വം. പരാജയപ്പെടാതിരിക്കലുള്ള ജീവിതത്തെ മഹത്വം. പരാജയപ്പെട്ട സ്ഥലത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ മഹത്വം. നമ്മളെ ജീവിതത്തിലൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദിനം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ഈസ്റ്റർ ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ആരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്റെ കൂടെ ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ തോറ്റുപോയതാണ്. മങ്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറിന്ന് തോറ്റുപോയുള്ള ആളാ. ഒരു 2 വർഷം മുമ്പ്, ഏകദേശം ഞാൻ 1998 SSLC എഴുതിയത്. അതിനുശേഷം 2018 ഏകദേശം 20 വർഷത്തിന് ശേഷം ഒരു അലുമിനി മീറ്റ് നടന്നു ഞങ്ങളെ കോളേജിൽ. ആ അലുമിനി മീറ്റില് പല ആളുകളും ഞാൻ കോളേജ് അധ്യാപകനാണെന്ന് പറഞ്ഞപ്പോ വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം അത്രയും ഈ കോളേജ് അധ്യാപകനോ, അപ്പൊ ഞാൻ എന്റെ ഗവൺമെന്റ് കോളേജ് അധ്യാപനാണെന്നുള്ള ആ ടാഗ് കാണിച്ചു കൊടുത്തപ്പോഴാണ് പല ആളുകളും വിശ്വസിച്ചത്. എന്തുകൊണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, നമുക്ക് പല ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്യും, നമ്മൾ വിധിക്കാറുണ്ട്. ഒരിക്കലും നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദർ ഈസ് നോ വേസ്റ്റ് ലാൻഡ് ബട്ട് വേസ്റ്റഡ് ലാൻഡ്. തരിശു ഭൂമികളില്ല, തരിശാക്കപ്പെട്ട ഭൂമികളാ. നമ്മളെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും, വലിയ പഠിക്കുന്നില്ല, ഒരു ആവറേജ് PG MSc ഫിസിക്സ് ഒക്കെ ആകുമ്പോഴേക്കും അവർ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് നെറ്റ് വാങ്ങി, CSIR നെറ്റ് വാങ്ങി പാസ്സായി, JRF കിട്ടിയിട്ട് ഐസറിലും ജിപ്മറിലും അതുപോലെ തന്നെ IISc ബാംഗ്ലൂരൊക്കെ പോയിട്ട് അവിടെയൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോയിട്ട് ഗവേഷണം ചെയ്ത് അങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്ത് PhD ഒക്കെ ഇട്ട് വരുമ്പോഴാണ് ഈ മലപ്പുറം കോളേജില്, ഗവൺമെന്റ് കോളേജില് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റഡ് ആയിട്ട് വരുമ്പോഴാണ് പല ആളുകളെയും കണ്ണു തള്ളുക. ആ അലുമിനി മീറ്റ് വരുമ്പോ, ഇവൻ നമ്മളന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആളല്ലേ, ഓൻ അതൊന്നും പഠിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയാണ് അവനൊന്നും പറ്റൂല അല്ലെ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ദർ ഈസ് നോ വേസ്റ്റ് ലാൻഡ് ബട്ട് വേസ്റ്റഡ് ലാൻഡ്. തരിശു ഭൂമികളില്ല, തരിശാക്കപ്പെട്ട ഭൂമികളേ ഉള്ളൂ. നമ്മൾ പറയും അയാൾ അങ്ങനെയാണ്, നമ്മൾ ഒരിക്കലും നമുക്ക് പറയാനുള്ള അധികാരമില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ സാറന്മാരെ പോലെ, നിങ്ങളെ അധ്യാപകരെ പോലെ, മെന്റേഴ്സിനെ പോലെ നിങ്ങൾക്കും ആവാൻ കഴിയും. യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. നിങ്ങൾക്ക് എന്തൊക്കെ ആയി തീരാൻ കഴിയുമോ നിങ്ങളത് ആയി തീരേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു പുഴുങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് ജീവിക്കാണ്. ഈ പുഴുങ്ങനെ വിചാരിക്കാണ് വെറും എഴയാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചവനല്ല, ഞാൻ പറക്കാൻ പിറന്നവനാണെന്നുള്ള ഒരാഗ്രഹം വരുമ്പോഴാണ് ആ പുഴുവിന്റെ ശരീരത്തിൽ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജനിതക തകിടം മറിച്ചിൽ വരുന്നത്. കാറ്റർപില്ലർ എന്നറിയപ്പെടുന്ന സെല്ലുകളാണ് ഒരു പുഴുവിന്റെ ശരീരത്തിൽ. പൂർണ്ണമായിട്ടും കാറ്റർപില്ലർ സെൽസ് ആണ്. പക്ഷെ ഒരു പുഴു ആഗ്രഹിക്കുകയാണ് ഞാനിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ജീവിക്കണ്ടല്ല എന്നുള്ള ഒരു തീപ്പൊരി ഉള്ളിൽ വരുമ്പോഴാണ് ആ ശരീരത്തിലുള്ള ജനിതകമായിട്ടുള്ള ഒരു മാറ്റം വരുന്നത്. അങ്ങനെയാണ് ഒരു ഇമാജിനൽ സെൽ എന്നറിയപ്പെടുന്ന സെല്ലുകൾ ഉണ്ടാവുന്നത്. ഈ ഇമാജിനൽ സെല്ലുകൾ എനിക്കറിയാം പൂമ്പാറ്റയായി മാറാൻ കഴിവുള്ള സെല്ലുകളാണ്. ഈ സെല്ലുകള് പുഴുക്കോശങ്ങളെ തിന്നു തീർത്തിട്ട് ഒരു സമാധി ഘട്ടത്തിലൂടെ, പ്യൂപ്പ സ്റ്റേജിലൂടെ, ഒരു ജനിതക തകിടം മറിച്ചിലൂടെയാണ് ഒരു പുതിയ ജീവിയായിട്ട്, എനിക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ്, ഈ സൃഷ്ടിപ്പിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരു ജീവി, പുഴുവായി ജനിച്ച ഒരു ജീവി പൂമ്പാറ്റയായിട്ട് വേറൊരു ജീവിയായിട്ട് മാറുന്നത്. സോ നമുക്കുള്ളിലൊക്കെ ഇമാജിനൽ സെല്ലുകൾ ഉണ്ട്. നമുക്കൊക്കെ നല്ല അധ്യാപകരാകാൻ പറ്റും, നമുക്കൊക്കെ നല്ല സയന്റിസ്റ്റുകളാവാൻ പറ്റും, നമുക്കൊക്കെ നല്ല മെന്റേഴ്സ് ആവാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ ഏറ്റവും ഉയരത്തിലുള്ള ഉന്നതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റും. ബട്ട് യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആവാൻ കഴിയുന്നുള്ളത്? നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പല ആൾക്കാരും അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. നിങ്ങളെ കഴിവ്, എല്ലാ കഴിവ് ഉപയോഗിച്ച നിങ്ങൾക്ക് ഒരുപാട് കഴിവുകള്, ഗിഫ്റ്റുകള്, അതുപോലെ തന്നെ സമ്മാനങ്ങൾ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. എത്ര പേര്, നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേര് ആ കഴിവ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച ആളുകളുണ്ട്? പൂർണ്ണമായിട്ട് ഉപയോഗിച്ച ആളുകളുണ്ട്, ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ടൈപ്പ് ചെയ്താണ്. How many of you have used your potential in a fullest way or in a complete way?
കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഫുൾ കോമ്പിറ്റൻസും നിങ്ങളെ ഫുൾ പൊട്ടൻഷ്യൽസും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളെ ഉള്ളിലുള്ള സഹജവാസനകൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച ആളുകൾ എത്ര പേരുണ്ട്? ഉപയോഗിച്ചവർ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ടൈപ്പ് ചെയ്യോ? നിങ്ങളെ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറും ഒരു കവല പ്രഭാഷകനായിട്ട് മാറും. അതുകൊണ്ടാണ് സോ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് റെസ്പോൺസ് ഫ്രം ദി പാർട്ട് ഓഫ് യു. ഓക്കെ, ഹൗ മെനി ഓഫ് യു ഹാവ് യൂസ്ഡ് ഓർ യൂട്ടിലൈസ്ഡ് യുവർ ഇന്നർ പൊട്ടൻഷ്യൽസ് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച ആളുകൾ എത്ര പേരുണ്ട്? ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഇല്ല നോട്ട്. വളരെ നന്നായിട്ട് എന്താണ് ഇന്ററാക്ട് ചെയ്യുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനിച്ച നാൾ മുതൽ സൂഫി കവിയായിട്ടുള്ള ഹാഫിസ് പാടിയിട്ടുണ്ട്, ജനിച്ച നാൾ മുതൽ എനിക്ക് തന്ന എത്രയോ സമ്മാനങ്ങൾ, ജനിച്ച നാൾ മുതൽ ദൈവം എനിക്ക് തന്ന എത്രയോ സമ്മാനങ്ങൾ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ജനിച്ച നാൾ മുതൽ ദൈവം എനിക്ക് തന്ന എത്രയോ സമ്മാനങ്ങൾ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. അല്ലെ, ഈ പ്രകൃതി എനിക്ക് നൽകിയ എത്രയോ സമ്മാനങ്ങൾ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ദൈവം സ്വന്തം കൈകൊണ്ട് മെനഞ്ഞ് സ്വന്തം കയ്യപ്പോടെ എനിക്ക് അയച്ചു തന്ന സമ്മാനങ്ങൾ. നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട്, കപ്പാസിറ്റീസ് ഉണ്ട്. അല്ലെ, ഡിഗ്രി സമയത്തൊക്കെ പഠിച്ചിട്ട് ഒരു ഗവൺമെന്റ് സർവീസ് ഡിഗ്രി, ഇപ്പൊ നിങ്ങൾക്കിപ്പോ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ വിളിച്ചിട്ടുണ്ട്, സെക്രട്ടറി അസിസ്റ്റന്റ് വിളിക്കാറുണ്ട്. നമുക്ക് ഒരു കോളേജ് പ്രൊഫസർ ആവണം, യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവണം, സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ എല്ലാ ആളുകളും അത് ആയിത്തീരില്ല. പക്ഷെ എങ്കിലും ഡിഗ്രി ലെവലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നേടിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ മലപ്പുറം കോളേജിൽ പഠിക്കുന്ന MSc-ക്കും BSc-ക്കും പഠിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ട്. അത്രയും ഐക്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ എത്ര ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ഇപ്പൊ മലപ്പുറം കോളേജിൽ BSc MSc കഴിഞ്ഞ ആളുകൾ ഇപ്പൊ കോളേജിൽ പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രംഗത്തേക്ക് എത്തിയ ആളുകൾ എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം. ഞാൻ പറയുന്നത് അതൊന്നും എത്താത്ത ആളുകളുണ്ട്. എത്താത്ത ആളുകൾ എന്തുകൊണ്ടാന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാരണമാണ്. ഒന്ന്, അവരുടെ ജീവിതമായിട്ടുള്ള പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ, ആ പ്രശ്നങ്ങൾ ഉള്ളില് പെട്ടുപോയ ആളുകളുണ്ട്. രണ്ടാമത്തെ ആളുകള് അവർ ഉപയോഗിക്കാതെ അറിയാതെ പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ തിളങ്ങേണ്ട പോലെ ഞാൻ തിളങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല വെളിച്ചം നഷ്ടപ്പെടുക, എന്റെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വെളിച്ചം നഷ്ടപ്പെടും. സോ ഞാൻ തിളങ്ങേണ്ട പോലെ തിളങ്ങിയിട്ടില്ലേ എനിക്ക് മാത്രമല്ല വെളിച്ചം നഷ്ടപ്പെടുക, എന്റെ ചുറ്റുപാടുള്ള എന്റെ സമൂഹത്തിന് വെളിച്ചം എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ ഒരുപാട് പ്രോമിസുകൾ, വി ഹാവ് മെനി പ്രോമിസസ് ടു കീപ്. നമുക്കൊക്കെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. എനിക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമാ നടനാണ്, ഒരു ഫിലിം ആക്ടറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു നടനാണ് സിൽവസ്റ്റർ സ്റ്റാലോൺ എന്നറിയപ്പെടുന്ന ആള്. സിൽവസ്റ്റർ സ്റ്റാലോൺ, അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ വലിയ അഭിനിവേശമായിരുന്നു, ഭയങ്കര പാഷൻ ആയിരുന്നു. പക്ഷെ ഒരുപാട് സിനിമ വ്യവസായത്തിൽ പോയിട്ട് അദ്ദേഹം സിനിമക്കാരോട് പോയിട്ട് ചാൻസ് വെച്ചിട്ട് ഒരാൾ പോലും അദ്ദേഹത്തിന് ഒരു ചാൻസും കൊടുത്തില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു, അദ്ദേഹത്തിന്റെ ആ വിഷനും മിഷനും വെച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് ഒരു നല്ല നടനാവാൻ കഴിയുന്നുള്ളത്. പക്ഷെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ന് അമേരിക്കയിൽ ഏറ്റവും അറിയപ്പെട്ട, ഏറ്റവും കൂടുതൽ ബില്യൺ ഡോളർ തുക വാങ്ങുന്ന ഒരു നടനായിട്ട് അദ്ദേഹം മാറിയതിന്റെ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഐ ആം നോട്ട് എ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ്. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ സ്മാർട്ട് ആയിട്ടുള്ള ആളായിരുന്നില്ല. ഐ ആം നോട്ട് എ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദി വേൾഡ്. ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ എന്റെ പേര് ഉണ്ടായിരുന്നില്ല. ഐ ആം നോട്ട് എ മോർ ടാലന്റഡ് പേഴ്സൺ ഇൻ ദി വേൾഡ്. ലോകത്ത് അറിയപ്പെട്ട ആളുകളുടെ കഴിവുകളൊന്നും എനിക്കുണ്ടായില്ല. ബട്ട് ഐ സക്സീഡഡ് ബിക്കോസ് ഐ വാസ് കീപ് ഡൂയിങ് ആൻഡ് ഐ വാസ് കീപ് ഡൂയിങ്. ഞാൻ എന്തുകൊണ്ട് വിജയിച്ചു നിൽക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പരാജയത്തിൽ ഇരിക്കുകയല്ല ചെയ്ത്, പരാജയപ്പെട്ടതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്ത്. ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു, ഹാർട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ സ്മാർട്ട് വർക്കിനേക്കാളും ഹാർട്ട് വർക്ക് എന്നാ പറയാല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക്
കിൽ ദി ഡിസീസ് കോൾഡ് ഫെയിലിയർ. പരാജയം എന്നറിയപ്പെടുന്ന ആ അസുഖത്തിന് ചികിത്സയാണ് ഈ നമ്മുടെ ആത്മവിശ്വാസം, അതിനുവേണ്ടിയുള്ള പരിശ്രമം. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. എന്ത് ഇല്ല എന്ന് നോക്കാതെ എന്തുണ്ട് എന്ന് കാണുവാനുള്ള മനോഭാവം. നമ്മളെല്ലാ സമയത്തിലെ ഇങ്ങനെ അതില്ല ഇതില്ല, ഇത് പഠിക്കാൻ ചാൻസ് ഇല്ല, എനിക്ക് അവസരമില്ല, ബുക്കില്ല, അതില്ല ഇതില്ല എന്ന് പറയണ്ട. നമ്മൾ എന്ത് ഇല്ല എന്ന് നോക്കാതെ എന്തുണ്ട് എന്ന് കാണുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. എനിക്കറിയാം, ലോകത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഗ്രീക്ക് ഫിലോസഫറാണ് സോക്രട്ടീസ്. അദ്ദേഹം ഒരു ആപ്പിൾ എടുത്തിട്ട്, ഒരു ചീഞ്ഞ ആപ്പിൾ എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ആപ്പിൾ പാടെ ചീഞ്ഞു പോയിട്ടുണ്ട്, ആപ്പിൾ പാടെ ചീഞ്ഞു പോയിട്ട് കഴിക്കാൻ കഴിയില്ല. പക്ഷെ ഈ ആപ്പിളിനുള്ളിൽ ആയിരക്കണക്കിന് ആപ്പിളുകൾ നിർമ്മിക്കാൻ യോഗ്യമായിട്ടുള്ള സജീവമായിട്ടുള്ള വിത്തുകളുണ്ട്. ഇപ്പൊ നമ്മളൊരു വസ്തുവിനെ കാണുന്നത് അത് പറ്റ മോശമാണ്, അതിനൊന്നും ഒരു യൂട്ടിലിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആപ്പിളിന്റെ ഇതിൽ എത്ര വിത്തുകളുണ്ട്? 4 5 വിത്തുകളുണ്ട് അല്ലെ? ഒരു വിത്തിൽ നിന്ന് എത്ര ആപ്പിളുകൾ നമുക്ക് ഉണ്ടാക്കാം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തില്ല എന്ന് നോക്കാതെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുത്താല് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ടോർച്ചടിക്കുക, ഞാനിപ്പോ എവിടെ, വേർ ആം ഐ. എനിക്കറിയാം, ടാഗോർ പാടിയിട്ടുണ്ട്, എന്റെ യാത്ര എത്രയോ സുദീർഘം. ഒരുപാട് സ്ഥലത്തേക്ക് ടാഗോർ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ യാത്ര എത്രയോ സുദീർഘം, എന്റെ വഴി എത്രയോ സുദീർഘം, എത്രയോ ആകാശഗോളത്തിന്മേൽ എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പതിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നു, എന്നിലേക്കുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരം. ഒരുപാട് സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്തു, ഒരുപാട് വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ട്, പക്ഷേ ഒരുപാട് ആകാശഗോളത്തിന്മേൽ എന്റെ കാഴ്ചപ്പാടുകൾ പതിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അറിയുന്നു, എന്നിലേക്കുള്ള ദൂരമാണ് ഏറ്റവും വലിയ ദൂരം. അഥവാ ദ ലോങ്സ്റ്റ് ജേർണി ഈസ് ദ ജേർണി ടു അവർ സെൽഫ്. നമ്മളെ ഉള്ളിലേക്ക്. അബ്ദുറഹ്മാൻ സാർക്ക് ഒരു ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും എന്തായാലും കഴിയും. സാറെക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ അക്കാഡമിക് ആയിട്ടുള്ള എക്സലൻസോട് കൂടിയിട്ട് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് നേടിക്കൂടാന്നുള്ള ഒരു ചോദ്യം വേണം. പക്ഷെ നമ്മളെ തളർത്തുന്നത് ഒരുപാട് വഴിമുടക്കികളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വഴിമുടക്കികളുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ വഴിമുടക്കികളുണ്ട്. നമ്മുടെ തെറ്റായ മനോഭാവം, നമ്മുടെ ഉള്ളിലുള്ള അനാരോഗ്യമായിട്ടുള്ള ശീലങ്ങള്, നമ്മുടെ മടി, അതുപോലെ തന്നെ നമ്മളെ ദേഷ്യം, അങ്ങനെയുള്ള പല കാര്യങ്ങളും, തെറ്റായിട്ടുള്ള മനോഭാവങ്ങള്, തെറ്റായ ശീലങ്ങള്, ഇതൊക്കെ നമ്മുടെ വഴിമുടക്കിയാണ് അല്ലെ? മൊബൈലിൽ നമ്മൾ പറയാറുള്ളത് മൈ ഇന്റിമേറ്റ് എനിമി എന്നാണ്. മൈ ഇന്റിമേറ്റ് എനിമി എന്താണ്? മൊബൈലിനെ ഇന്റിമേറ്റ് എനിമി നമുക്ക് ഇഷ്ടമാണ്. മൊബൈൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ നമ്മളെ പഠനത്തെ എന്താണ് പഠനത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുള്ള ഡിവൈസ് ആണ് മൊബൈല്. ഇപ്പൊ നമ്മളൊക്കെ അത് ഉപയോഗിക്കുകയാണ്, നമ്മൾ മൊബൈലിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളെ പഠനത്തെ പിന്നോട്ടടിക്കുന്ന, പഠനത്തിന് നമ്മളെ പറക്കാനുള്ള ആ കഴിവിനെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സാങ്കേതിക വിദ്യയിലുണ്ട്. നിങ്ങളെ പഠനത്തിന് വഴിമുടക്കുന്ന, അല്ലെങ്കിൽ പഠനത്തിന് നിങ്ങളെ തടയുന്ന പ്രധാനപ്പെട്ട വഴിമുടക്കികൾ എന്തൊക്കെയാണ് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്? എനിക്കറിയാം, റോബർട്ട് ഫ്രോസ്റ്റ് എന്നറിയപ്പെടുന്ന കവി, അദ്ദേഹം പാടിയിട്ടുണ്ട്, എന്താണ്, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. ഈ കാണുന്ന അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാട്ടിന്റെ ഒരു റോഡിൽ നിന്നിട്ട്, അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് നിന്നിട്ട് അദ്ദേഹം പാടുന്നത് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. ഈ കാണുന്ന ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഈ അമേരിക്കയിലെ കാടുകളെ കാണാൻ എന്ത് ഭംഗിയാണ്. വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. എനിക്ക് ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടിരിക്കാനല്ല എനിക്ക് ജീവിതത്തിലുള്ള ഒരു സന്ദേശം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്, എനിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റാണ്ട്, എന്റെ കണ്ണടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കുതിര സന്ധ്യ ആയി എന്നുള്ള ആ വിവരം കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ കവിതയിൽ ുന്നുണ്ട്, ഈ വഴിയോര കാഴ്ചകളും വഴിമുടക്കുകളെയും നോക്കി ഇരിക്കാനല്ല എന്റെ ജീവിതം, എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വഴിമുടക്കികളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു സയന്റിസ്റ്റ് ആയിട്ട് മാറണം, ഒരു കോളേജ് പ്രൊഫസർ ആവണം, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവണം, ഒരു നല്ല ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തടയുന്ന പ്രധാനപ്പെട്ട വഴിമുടക്കികള്? ഓക്കെ, നിങ്ങൾ എത്തുന്ന റെസ്പോൺസ്, ഇങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് നിങ്ങളെ പറക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങള്? ഓക്കെ,
നിങ്ങളെ റെസ്പോണ്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ഈ അവസരത്തിൽ എന്റെ ലൈഫിലേക്കുള്ള ഈ കിട്ടിയ അവസരം, ഓക്കെ, കമോൺ. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. വെരി ഗുഡ് അശ്വതി, കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ റെസ്പോൺസ്. അശ്വതിക്ക് കോൺഫിഡൻസിന്റെ കുറവാണ്. പല ആളുകൾക്കുള്ള പ്രശ്നം എന്താണ്, എനിക്ക് എത്താൻ പറ്റുമോ അല്ലെ, നമ്മളെ മനസ്സ് ഒരു വിശ്വാസക്കുറവ് അല്ലെ, വിശ്വാസക്കുറവുണ്ട്. ഓക്കെ, പിന്നെ കമോൺ, അശ്വതി പറഞ്ഞു, ബാക്കിയുള്ളവരും കൂടി പറയുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്താണ് നമ്മളെ വായിക്കുന്നതിലും പഠിക്കുന്നതിലൊക്കെ നമ്മളെ തടയുന്ന 40 പേരുണ്ട്. ഓക്കെ, കമോൺ. ഓക്കെ, നിങ്ങളെല്ലാം കമോൺ. ഇനി ഈ പോക്ക് പോയാ പോരാ, എനിക്ക് ചെറിയ മാറ്റം വേണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ എത്ര പേരുണ്ട്? മാറ്റം വേണം. ഈ പോണ പോക്ക് പോയാ പോരാ. ഇങ്ങനെ പോയി കഴിഞ്ഞാല് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല, അല്ലെ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴുതി പോകുന്നുള്ള. അതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളെ കൂട്ടത്തില്? ഒരു മാറ്റത്തിന്റെ. ഓക്കെ, ഓക്കെ, താങ്ക് യു ഷാഹിദ, ഷെറിൻ, ഇസാന, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ്. ഓക്കെ, രമ്യ, താങ്ക് യു. ബാസിത്, താങ്ക് യു സോ മച്ച്. കമോൺ. അസ്ന, ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ, ഷുദ്ധി, അഫി, ഫാതിര, താങ്ക് യു സോ മച്ച്. അല്ലെ, നിങ്ങൾ എല്ലാ ആളുകളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഞാൻ മാറുന്നില്ലെങ്കിൽ ഒരു മാറ്റം വേണം അല്ലെ. ഞാൻ മാറുന്നില്ലെങ്കിൽ ഞാൻ വളരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. എന്റെ ഇന്നലെയും എന്റെ ഇന്നും ഒരുപോലെയാണെങ്കിൽ എന്താണ്, സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പോലും നമ്മോട് പൊറുക്കില്ല. സോ മാറ്റത്തിന് തയ്യാറാവാത്ത ആളുകളൊക്കെ വംശനാശം സംഭവിക്കും. നമ്മുടെ നാട്ടിൽ വലിയ ദിനോസറുകളൊക്കെ പഴയ കാലത്ത് ഭീമാകാരമായിട്ടുള്ള ജീവികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രകൃതിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മാറ്റത്തിന് വഴങ്ങാൻ അത് ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് ഒക്കെ വംശനാശം സംഭവിച്ചു. മാറ്റത്തിന് തയ്യാറാവാത്ത ആളുകളൊക്കെ വംശനാശം സംഭവിക്കും എന്ന് പറഞ്ഞാല് അവർക്കൊന്നും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. മാറ്റമില്ലാത്ത മനസ്സും വായുസഞ്ചാരമില്ലാത്ത മുറിയും ഒരുപോലെയാണ്. നീരൊഴുക്കില്ലാത്ത ജലാശയം ഒരുപോലെയാണ്. കാരണം എന്താണ്, ഒരു മാറ്റമില്ല, അങ്ങനെ കെട്ടിക്കിടക്കാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനോഭാവത്തെ മാറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റാം എന്നതാണ് എന്റെ തലമുറയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞത്. വില്യം ജെയിംസ് എന്നറിയപ്പെടുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, നമുക്കൊരു പോസിറ്റീവ് മനോഭാവം എപ്പോഴും വേണം. നമ്മൾക്ക് ഇപ്പോ ഞാൻ പറയില്ലേ, അത്രമാസം സാർക്ക് ഒരു ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ല ഹയർ ആയിട്ടുള്ള അക്കാഡമിക് എക്സലൻസോട് കൂടിയിട്ട് വന്ന ആളുകളാണ് നിങ്ങൾ എല്ലാ ആളുകളും. നിങ്ങൾക്കൊക്കെ ആവാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസമാണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ബോക്സിംഗ് ഇതിഹാസമാണ് മുഹമ്മദ് അലി എന്നറിയപ്പെടുന്ന, കാഷ്യസ് ക്ലേ എന്നറിയപ്പെടുന്ന ആളായിരുന്നു. പിന്നീട് മുഹമ്മദ് അലി ആയി. അദ്ദേഹത്തിന്റെ ഇടിക്കൂട്ടിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരാളിയെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഐ ആം ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഐ ആം ദി ചാമ്പ്യൻ. ഞാനാടാ ഈ മത്സരത്തിൽ ജയിക്കുക, ഞാനാടാ ഈ മത്സരത്തിൽ ജയിക്കുക. അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ടുള്ള ഇയാൻ ഓളിഫീൽഡും മൈക്ക് ടൈസണൊക്കെ ഗോദയിലേക്ക് ഇടിക്കൂട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറയും, ഐ ആം ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഐ ആം ദി ചാമ്പ്യൻ. ഞാനാണ് ഈ മത്സരം ജയിക്കാന്ന്. വൈൽ ഹി യൂസ്ഡ് ടു സേ ഐ ആം ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ഐ ആം ദി ചാമ്പ്യൻ, ഹി വാസ് നോട്ട് എ റിയൽ ചാമ്പ്യൻ ഇൻസൈഡ് ഹിസ് റിംഗ്. അദ്ദേഹം റിംഗിൽ ഒരിക്കലും അദ്ദേഹം ചാമ്പ്യൻ ആയിട്ടില്ല. ബട്ട് ഹി ബിക്കെയിം എ ചാമ്പ്യൻ ഇൻസൈഡ് ഹിസ് മൈൻഡ്. സോ യു ഹാവ് ടു ബി എ ചാമ്പ്യൻ ഫസ്റ്റ്ലി ഇൻസൈഡ് യുവർ മൈൻഡ്. മനസ്സിലാണ് ആദ്യം നിങ്ങൾ ഒരു ചാമ്പ്യൻ ആയിട്ട് മാറണമെന്നുള്ളത്. സോ നമ്മള് അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാ. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വിത്ത് എഫേർട്ട്. അദ്ദേഹം ഒരിക്കലും ഞാൻ ജയിക്കുന്ന വെറുതെ നിന്നിട്ടില്ല, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വിത്ത് എഫേർട്ട് ഇൻക്രീസസ് യുവർ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. വിജയിക്കാനുള്ള സാധ്യതകൾ നിങ്ങളെ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. സോ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് നമ്മളെ മാറ്റം നമ്മളെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് നിങ്ങളെ മാറ്റാൻ കഴിയില്ല. എനിക്ക് എന്നെ മാത്രമേ മാറ്റാൻ കഴിയൂ, എന്നെ മാത്രമേ എനിക്ക് മാറ്റാൻ കഴിയുള്ളൂ. സോ നമ്മുടെ മാറ്റം ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഗ്രോത്ത് ഈസ് എൻഡോജിനസ്.
അഥവാ ഒരു കയ്യിനൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാല് ആ മുറിവ് പറ്റുമ്പോ മരുന്ന് വെച്ച് ഡോക്ടർ നേഴ്സൊക്കെ തുന്നിക്കെട്ടി വെച്ച് കഴിഞ്ഞാല് ഡോക്ടറുടെ മരുന്ന് കൊണ്ടോ നേഴ്സിന്റെ പരിചരണം കൊണ്ടല്ല ആ മുറിവ് മാറുന്നത്. ആ മുറിവ് മാറാന് ഉള്ളിൽ നിന്നുള്ള ഒരു ഹീലിംഗ് പവർ ഉണ്ട്. അതുകൊണ്ടാണ് ഡോക്ടറും നേഴ്സൊക്കെ അതിനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ്. നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോം ഒക്കെ അതിനുള്ള നിങ്ങൾക്കുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ്. സോ ആ അന്തരീക്ഷം നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതുവരെ നേടിയിട്ടില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടണമെങ്കിൽ ഇതുവരെ ആയിരുന്നില്ലാത്ത വ്യക്തിയായിട്ട് നമ്മൾ വളരണം എന്നുള്ളതാണ്. സോ മൈ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. നമ്മളെ ഏറ്റവും നല്ല കാലം ഇനി വരാനിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കൂടുതൽ കുറെ സമയമായി, നമ്മൾ 10:25 നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. സോ നല്ല കൂട്ടുകാരെ കണ്ടെത്തുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോബില് നല്ല ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ വളരുക. നിങ്ങൾക്ക് പറ്റും. യു മസ്റ്റ് ബി വാട്ട് യു ക്യാൻ ബി. നിങ്ങൾക്ക് എന്തൊക്കെ ആയി തീരാൻ കഴിയുമോ അത് നിങ്ങൾ ആയി തീരണം എന്നുള്ള ഒരു വാക്കോട് കൂടിയിട്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you very much, Abdurrahman sir, for your wonderful and amazing talk. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ചെറിയൊരു അവസരം കൂടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പരിമിതമായ നമ്മുടെ 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങളത് പരമാവധി ഉപയോഗിക്കുക. മൈക്ക് എടുത്തോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾക്ക് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. Okay, I expect your response. Okay. Thank you, Bonnie, Afif, Basit, Amita, all, Adil, Isana, Sherin, Temya, Adira, Anju, Parvati, Sherin, Ajnu, Isana. Okay, I would like to get some responses by your voice, not from your writing or your. Okay. Naufira. Sir? Yes. ഞാൻ MSc ഫിസിക്സിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, താങ്ക് യു. രമ്യ പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ സെമിനാർ എക്സാമും കാരണം ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ല. ഒരു സെമിനാർ നല്ല ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗുഡ് വേർഡ്സ്, കൈൻഡ് വേർഡ്സ്. നന്നായിട്ട് പഠിക്കുക രമ്യ. നന്നായിട്ട് നെറ്റൊക്കെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ത് ചെയ്യാ എടുത്ത് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക നെറ്റിനും JRF-നൊക്കെ. എന്നാൽ എനിക്ക് എന്തായാലും ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ചെയ്യാറുണ്ടോ? നെറ്റ് ഇന്നലെ മിനിയാന്ന് എഴുതി ഞങ്ങള്. എഴുതിയിട്ടുണ്ടോ? എന്തായാലും പാസ്സായിട്ട് എന്ന് പ്രാർത്ഥിക്കാം. നന്നായിരുന്നോ? കുഴപ്പമില്ല. ആദ്യമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം പോലെ ഒരു എക്സ്പെരിമെന്റൽ ഫേസ് അല്ലെ, ഇൻസാറ്റ് 2. എക്സാമിന്റെ ഇടയിൽ വന്നോണ്ടേ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു. എന്തായാലും നമ്മള് ഏറ്റവും നല്ല സമയം എപ്പോഴാന്ന് ചോദിക്കുകയാണെങ്കിൽ PG ചെയ്യുന്ന സമയത്താണ് ഏറ്റവും നല്ല സമയം. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മള് ഇന്ത്യൻ അടുക്കള സർവീസിലേക്കൊക്കെ ചിലപ്പോൾ ചില ആളുകൾ പോകും, IAS ഒക്കെ ആയിട്ട് മാറും. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യാ, B.Ed ഒക്കെ ചെയ്യുമ്പോ ഈ B.Ed ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് ഇതിന് ഒരു സമയം, ഇപ്പൊ B.Ed 2 വർഷമാണ്, ആകെ 6 മാസമുള്ള കോഴ്സാണ് B.Ed. വെറുതെ 2 വർഷം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് 2 വർഷത്തേക്ക് മാറ്റിയിട്ടുള്ളത്. സോ ആ സമയത്തൊന്നും നമുക്ക് സമയം കിട്ടൂല. സോ ദിസ് ടൈം ഈസ് എ ബെറ്റർ ടൈം ഫോർ ക്രാക്കിംഗ് നെറ്റ്, അതുപോലെ തന്നെ PSC. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. നമുക്ക് ധൈര്യം വേണ്ട, ഇതൊരു അവസരമാണ്. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്, ചാടിക്കഴിഞ്ഞ് ചാടി പിടിക്കണം. എന്ത് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നതിനേക്കാളും നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
ബാസിത്, ബോണി, വരട്ടെ, ആതിര, അശ്വതി, എല്ലാവരും ഉണ്ട്, അപർണ. ലിമൻ സാറേ, കുട്ടികളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുട്ടികൾ നമുക്ക് ചീത്തപ്പേരുണ്ടാക്കുവോ? ഏറ്റവും ഇല്ല നല്ല ബ്രൈറ്റ് ആണ് അല്ല എന്നൊക്കെ പറഞ്ഞ് സാറ് കൊടുക്കുന്നത്. അല്ല, അവരൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു നമ്മുടെ ക്ലാസ്സിന്റെ സമയത്തൊക്കെ വളരെ ആക്റ്റീവായിട്ട്. ഒരാൾ വന്നു, ഒരാൾ യെസ് സാർ, വെരി താങ്ക് യു. വളരെ നല്ലൊരു ഇൻസ്പിറേഷൻ മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്കൊരു സംശയം, സാർ ഈ പഠനകാലത്ത് എന്തെങ്കിലും ഒരു മെത്തേഡ് പ്രയോഗിച്ചിട്ടുണ്ടോ ഈ ഫിസിക്സൊക്കെ പഠിക്കാൻ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഹിസ്റ്ററി ആണ്, എന്റെ സബ്ജക്ട് ഹിസ്റ്ററി ആയിരുന്നു. സോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കിയിരുന്നു, പഠിച്ചിരുന്നു. പക്ഷെ നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ സ്ട്രാറ്റജി ഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മൾ പല ആൾക്കാരും പരാജയപ്പെടാനുള്ള കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഇപ്പൊ ഡിഗ്രി പഠിക്കുമ്പോൾ എന്തൊക്കെ നേടണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ. ഇപ്പൊ സിവിൽ സർവീസിലേക്കൊക്കെ പോകേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് റൈറ്റിംഗ് സ്കില്ല് വേണം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ ഇനി സയന്റിസ്റ്റ് ആയിട്ട് പോണ ആളുകളാണെങ്കിൽ അവർ എന്താണോ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആൾറെഡി ഡിസൈഡ് ചെയ്തു, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ ചെയ്തതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നെറ്റ് പരീക്ഷയ്ക്ക് പോണ ആളുകളാണെങ്കിൽ നെറ്റ് പരീക്ഷയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വാങ്ങുന്നു, അതിന്റെ സോൾവ്ഡ് പേപ്പേഴ്സ് നോക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബുക്സുകൾ വായിക്കുന്നു, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി അപ്പൊ അതേപോലെ ഒരു പക്ക പ്രിപ്പറേഷൻ, ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ PSC പോയിന്റ് ഓഫ് വ്യൂല് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു PSCയുടെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്ക്, ഒരു റാങ്ക് ഫയല് പ്ലസ് നിങ്ങൾ ന്യൂസ് പേപ്പർ ഒക്കെ നോക്കിയിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ, ഇപ്പൊ സിവിൽ സർവീസിന് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ജനറൽ സ്റ്റഡീസ് ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ള കേരളത്തിന് പുറത്തുള്ള ഒരു PGക്ക് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ MPhil PhD ഇന്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ഫിസിക്സിൽ ഹിസ്റ്ററിക്കാളുള്ള ഒരുപാട് സാധ്യതകൾ എന്തുണ്ട്, നിങ്ങൾക്ക് റിസർച്ച് മേഖലയിൽ തന്നെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോണ ആളുകളാണെങ്കിൽ ആ രീതിയിലുള്ള സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യണം. സോ എല്ലാം all things depend on your strategy and your tactics to crack your aim. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ടെക്സ്റ്റുകൾ, റെഫറൻസുകൾ വായിക്കുക, സീനിയേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു ഇന്ററാക്ട് ചെയ്യുക. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ PGക്കാരൊക്കെ ആയിട്ട് അവരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഗ്ലിംസസ്, ഒരുപാട് ഈ സ്റ്റിമുലസ് കിട്ടും. അത് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ ലെസൺ. ആ എക്സ്പീരിയൻസ് കിട്ടിയ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സീനിയേഴ്സ് ഒക്കെ ആയിട്ട്, നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ അവരെ ഒരു മെന്റർ ആയിട്ട് കാണാം. അപ്പൊ ടീച്ചേഴ്സ് വെറും ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു വ്യക്തി എന്നുള്ള അപ്പുറത്തേക്ക് നമ്മുടെ കഴിവിനെ തിരിച്ചറിയാനും അതിനെ വളർത്താനുള്ള ഒരു വഴിയായിട്ട് ടീച്ചേഴ്സിന്റെ സൗഹൃദത്തെ ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. So thank you Afif for your very probing question. Okay. പിന്നെ Sir, I'm Shirana. Thank you for this beautiful motivational class. ഞാൻ MSc ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. അതും 4 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. സർ ഇന്ത്യൻ നിൽക്കുന്ന ഒരാളാണ്. ഗ്യാപ്പിന് ശേഷം ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ഈ MSc പാസ്ഔട്ട് ചെയ്യുന്നതോടൊപ്പം നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ആ ഒരു ട്രൈ ഔട്ട് കൂട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്റ്റൻസ് 4 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്സിലെ ഒരുപാട് ടച്ച് വിട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാനായിട്ടുള്ള പ്ലാൻ എന്താണ് സർ? ഓക്കെ, ഇപ്പോ ഗ്യാപ്പ് വിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ സമയം കണ്ടെത്തുക. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ട് നമ്മളത് മേക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്.
ഇപ്പോ നമ്മള് സമയമൊക്കെ പല ആൾക്കാരും ഇപ്പൊ എന്തുകൊണ്ട് എവിടെയാണ് PSC പരീക്ഷയിലും ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷയിലും എല്ലാ പരീക്ഷയിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഹൈ ഇന്റലിജൻസ് അല്ല, നിങ്ങൾ എത്രത്തോളം അതിന് സമയം നിങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമയം മേക്കപ്പ് ആക്കി എടുത്തുകൊണ്ട് അതിന് കൂടുതൽ സമയം ഇപ്പൊ രാവിലെ രാത്രിയൊക്കെ നമുക്ക് നമ്മുടെ ലേണിംഗ് ഹാബിറ്റ് അനുസരിച്ച് സമയം കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഫോക്കസ് കൊടുക്കുക, അതിൽ കൂടുതൽ സമയം കൊടുക്കുക, നമ്മളെ ഹൃദയം എന്ത് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല സ്ട്രാറ്റജി വേണം. പഠിക്കുന്ന കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് നമ്മൾ കൃത്യമായിട്ട് അത് ഡിമാർക്കേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കൂടുതൽ സമയം കൊടുത്ത് കൂടുതലായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ദി ഗ്രേറ്റ് തിങ് ഇഫ് യു വാണ്ട് ടു ഡു ഗ്രേറ്റ് വർക്ക്സ് ഇൻ യുവർ ലൈഫ് ഈസ് ടു ലവ് വാട്ട് യു ഡു. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുന്ന കാര്യത്തെ സ്നേഹിക്കുക. ചെയ്യുന്ന കാര്യത്തെ സ്നേഹിക്കുക പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിന് കൂടുതൽ നമ്മൾ സമയം കൂടുതൽ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നന്നായിട്ട് ഷിറാനക്ക് നന്നായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ 100% ഉറപ്പ് തരികയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. സുലൈമാൻ സാറേ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? വൈൻഡപ്പ് ചെയ്യല്ലേ? ഒരാൾക്കും കൂടെ അവസരം കൊടുക്കാം സാർ, ലാസ്റ്റ് വൺ. ഓക്കെ ഓക്കെ. അവസാനത്തെ ആ ചാമ്പ്യൻ. യെസ് സാർ, എന്റെ പേര് ശരത്ത്, ഞാൻ PG സെക്കൻഡ് ഇയർ ആണ് ഇപ്പോ. ഓക്കെ അതിനെ സാറേ, ഈ ഒരു എന്താ പറയാ, ഈ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചത് കുറെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് പ്ലാനിങ് ഒരു ഫുള്ള് സ്ലൈഡിന്റെ രീതിയിൽ പോകുന്നതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി സാർ ഡയറക്റ്റ് ഇന്ററാക്ഷൻ മോഡിലേക്ക് ആയപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് വളരെ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. നമ്മള് ഈ മോട്ടിവേഷൻ ക്ലാസ്സിലോടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം നമ്മളിപ്പോ നമുക്ക് മാറ്റം ഉണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറെ വാചക കസർത്ത് കൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ സെഷനൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടിയ സമയം ഒരു അരമണിക്കൂറാണ്, പക്ഷെ ഞാൻ അതിലും കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് TCA എന്നുള്ള ഒരു സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത്. പക്ഷെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ റെസ്പോൺസ് ഇന്ററാക്ഷൻ കുറവാണല്ലോ. എങ്കിലും നിങ്ങൾ എല്ലാ ആളുകളും വളരെ ആക്റ്റീവായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. സോ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഞാനും മലപ്പുറം കോളേജിലേക്ക് ഒരു നാൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ എത്തും. ഞാൻ അട്ടപ്പാടിയാണെങ്കിലും ഞാൻ മങ്കട സ്വദേശിയാണ്. മലപ്പുറം കോളേജിലേക്ക് അധ്യാപകനായിട്ട് വരാനുള്ള ഒരവസരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ശരത്, നേരിട്ട് കാണാം. ഓക്കെ, മോർ താങ്ക് യു അബ്ദുറഹ്മാൻ സാർ. സാറിനെ ഞങ്ങള് മലപ്പുറം കോളേജിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. സാറിന്റെ ക്ലാസ് ഞാനും തന്നെ അത് ലയിച്ചിരിക്കുകയായിരുന്നു. ഈ അടുത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നമ്മുടെ പല കരിയറിന്റെ ഈ മേഖലയിൽ വന്നതിന് ശേഷം തന്നെ അത്ര നല്ലൊരു ക്ലാസ് നമ്മൾ പല ട്രെയിനിങ്ങിൽ പോലും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സാറെ ക്ലാസ് കേട്ടപ്പോൾ മറ്റൊരു കാര്യം തോന്നിയത്, സാർക്ക് സിവിൽ സർവീസ് കിട്ടാത്തത് നന്നായി എന്നാണ്. കാരണം ഷിഹാബ് സാറെ പോലെ, അല്ലെങ്കിൽ നമ്മളെ മുഹമ്മദ് അലി ഷിഹാബ് സാറെ പോലെ സാർക്ക് IAS കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇതുപോലെ ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് ഒരുപാട് IASകാരെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും സാറിന്റെ ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളോട് സംവദിക്കുന്നതിന് എത്തിച്ചേർന്ന സാറിന്റെ വലിയ മനസ്സിനും സാറിന്റെ വിനയത്തിനൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി പറയുകയാണ്. അതേപോലെ സാറിന്റെ കൂടുതൽ ടോക്കുകൾ സാറ് ഇപ്പോ ലോക്ക്ഡൌൺ കൊണ്ട് തന്നെ അത് വ്ളോഗായിട്ട് യൂട്യൂബ് ചാനൽ വഴി സാറ് പിന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് അബ്ദുറഹ്മാൻ ആലങ്ങോടൻ അടിച്ചു കഴിഞ്ഞാൽ സക്സസ് കോച്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയും. താല്പര്യമുള്ള ആളുകളൊക്കെ അവിടെ വിസിറ്റ് ചെയ്യുക. അപ്പൊ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ പിന്നെ നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളാണ്. വളരെ ആവേശത്തോടെ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്ത് റെസ്പോൺസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വളരെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത നിങ്ങൾക്കും അതുപോലെ നമ്മുടെ
പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട HOD പ്രജിത് സാർ, നമ്മുടെ പരിപാടി തുടക്കത്തിൽ ആങ്കർ ചെയ്ത് നമ്മുടെ അഞ്ജു, നമ്മുടെ നന്ദി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.